നമസ്കാരം. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടിയതിന്റെ തിളക്കത്തിലാണ് കോൺഗ്രസും UDFും. തിളങ്ങുമെന്ന പ്രതീക്ഷ ഉണ്ടായതു മുതൽ ആ തിളക്കം കെടുത്തുന്ന മുഖ്യമന്ത്രി പോര് കോൺഗ്രസിൽ തുടങ്ങിയിരുന്നു. ഫലം വന്ന് പത്തരമാറ്റിൽ തിളങ്ങുമ്പോഴും ആ പോര് തെരുവിലടക്കം തുടരുന്നു. ജനങ്ങൾ കൈക്കുമ്പിളിൽ നൽകിയ വിജയം പൂമാല പോലെ മടക്കി നൽകേണ്ട ഉത്തരവാദിത്തം UDFിനെ നയിക്കേണ്ട കോൺഗ്രസിനാണെന്ന് മറക്കരുത്. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന് UDF. ഡൽഹിയിൽ ഖർഗെയുടെ വസതിയിൽ 3 മണിക്ക് യോഗം. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി VD സതീശൻ. ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന് ചെന്നിത്തല. ഘടകകക്ഷികളുമായി ചർച്ച നാളെ. ഡൽഹിയിലും കണ്ണൂരിലും കൊല്ലത്തും KC വേണുഗോപാലിനായി നയിച്ചവൻ നായകൻ എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സ്. കോട്ടയത്ത് KCയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. ജാതി പറഞ്ഞ് നടക്കുന്നവർക്കൊപ്പം ജനമില്ലെന്ന് തെളിഞ്ഞുവെന്ന് വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ പരാമർശവുമായി KC വേണുഗോപാൽ. മണലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യാൻ നിയമ നടപടിക്ക് TN പ്രതാപൻ. പിണറായി വിജയൻ തലസ്ഥാനത്ത്. പരാജയം പരിശോധിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ. കനത്ത പരാജയത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI മുഖപത്രം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇല്ല എങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. 3 സീറ്റെന്ന ചരിത്ര വിജയത്തിലും വോട്ട് വിഹിതത്തിലെ കുറവിൽ BJPക്ക് ആശങ്ക. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാക്കിയ തിരിച്ചടിയിൽ റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷ വിമർശനം. മുന്നണി മാറ്റത്തിനുള്ള അവസരം ലഭിച്ചപ്പോൾ ഉപയോഗിച്ചില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്ത്. കണ്ണൂരിലെ ഇടത് കോട്ടകളിലെ വിജയം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ നേട്ടമെന്ന് CPM വിട്ട വിമതർ. ബംഗാളിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന് BJP. 9-ന് സത്യപ്രതിജ്ഞയെന്ന് സൂചന. മമതയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. ബംഗാളിലും അസമിലും BJPക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും. അമ്പരപ്പിച്ച മുന്നേറ്റത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വേഗത്തിലാക്കി TVK. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി ഇറാൻ. UAE, ഒമാൻ എന്നിവിടങ്ങളിലെ എണ്ണ ഫാക്ടറികൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം. 3 ഇന്ത്യക്കാർക്ക് പരിക്ക്. 15 മിസൈലുകളും 3 ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്ന് UAE. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ 7 ബോട്ടുകളെ ആക്രമിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ഈ മണിക്കൂർ വരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് AICC നേതൃത്വം ഇന്ന് തന്നെ കടക്കും. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് സൂചന നൽകുകയാണ് VD സതീശൻ. ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷത്തിന്റെ വാദം. എന്നാൽ സീനിയോറിറ്റിക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന വാദം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച നാളെ ഉണ്ടായേക്കും. വിവരങ്ങൾ നൽകാൻ അൺഫിലിറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിലിറ്റ്, നമുക്കറിയാം UDF തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്നു. അതിനു മുൻപേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചകൾ അത് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 3 മണിക്ക് ഖർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നു. ആരാണ് മുഖ്യമന്ത്രി എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അൺഫിലിറ്റ്. തീർച്ചയായും അശ്വതി, വളരെ വേഗത്തിൽ തന്നെ ചർച്ചകളിലേക്ക് കടക്കുകയാണ് AICC. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് യോഗം ചേരുന്നു. 3 മണിക്ക് അവിടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. ആ യോഗത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നു. ആ യോഗത്തിൽ എന്താണ് മുഖ്യമന്ത്രി ചർച്ചകൾ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമായും അവിടെ നടക്കുന്നത്. പക്ഷേ ആ ചർച്ചകളുടെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോരിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന KC വേണുഗോപാലും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല KC വേണുഗോപാലിന് MLA-മാർ, കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യ അല്ലെങ്കിൽ കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും കൂടുതൽ MLA-മാരുടെ ഒരു പിന്തുണ ആർക്കാണോ അവർ കക്ഷി നേതാവായി മാറുന്നു, അതായത് മുഖ്യമന്ത്രിയായി മാറുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ KCക്കുണ്ട് എന്ന വാദം KC ഉന്നയിക്കുന്നു. അതിനെ ഹൈക്കമാൻഡിൻ്റെ ആ ഒരു ചർച്ചകളൊക്കെ തന്നെ അദ്ദേഹം ആ വാദം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ മറുഭാഗത്ത് VD സതീശനാകട്ടെ ഈ എണ്ണം ഉയർത്തിക്കാട്ടി, ഇത്രയേറെ എണ്ണം ഉള്ളതുകൊണ്ട് ഒരു വൈകാരികമായ ഒരു പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും മണികളുടെ ഭാഗത്തു നിന്നും VD സതീശനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ വഴിമാറി പോവുകയാണെങ്കിൽ താൻ പൂർണ്ണമായും പിന്മാറുന്നു എന്നൊരു കടുത്ത
തീരുമാനത്തിലേക്ക് സതീശൻ മാറിയേക്കുമെന്നുള്ള സൂചന ഇപ്പോഴേ ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതൊരു സമ്മർദ്ദ തന്ത്രമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന്. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയായാലും തനിക്ക് ഒരു സീനിയോറിറ്റിയും തൻ്റെ പ്രവർത്തന മികവും ഭരണ പാരമ്പര്യവും ഒക്കെ ഉയർത്തിക്കാട്ടി സാമുദായിക പിന്തുണയൊക്കെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെ ചർച്ചകൾ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറികളിലേക്കോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളിലേക്കോ കലഹത്തിലേക്കോ മാറാതെ തന്നെ വളരെ നയപരമായൊരു തീരുമാനത്തിൽ രണ്ടുപേരാണ് നയിപ്പിച്ച് ഒരാളിലേക്ക് എത്തുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളി അവർ ഇപ്പോഴേ ഏറ്റെടുക്കുന്നു. അത് 1-2 ദിവസത്തിനുള്ളിൽ ആ ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകണമെന്ന് ഘടകകക്ഷി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ചർച്ചയും മറുഭാഗത്ത് ഘടകകക്ഷികളുടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമൊക്കെ തകൃതിയായി നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഘടകകക്ഷികളുമായി യോഗം ചേരുന്നു. ലീഗിന് എത്ര മന്ത്രിമാരുണ്ടാവും? കോൺഗ്രസ്, RSP ഉണ്ട്, ജോസഫ് വിഭാഗമുണ്ട്. ഇവരെയൊക്കെ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും. ഒപ്പം തന്നെ ഒറ്റ കക്ഷികളായി വന്ന ചെറിയ ചെറിയ ഘടകകക്ഷികളുണ്ട്. ഇവരെ പരിഗണിക്കുമോ എന്നതൊക്കെ തന്നെ ഈ വരും ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ വ്യക്തമാകും. എന്തായാലും വലിയ രീതിയിൽ തർക്കങ്ങളിലേക്കൊന്നും വരാതെ ഏറ്റവും ആദ്യം തന്നെ അത് മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞയിലേക്ക് കടക്കണമെന്നാണ് നിലവിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നത് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതാണ് അൺഫിൽറ്റർ. CPM-ലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. മൗനം അത് വളരെ രാഷ്ട്രീയമായി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നാളെ ഇപ്പോൾ യോഗങ്ങളൊക്കെ ചേരാനിരിക്കുന്നുണ്ട്. CPM-ഉം CPI-യും വലിയ തിരിച്ചടി നേരിട്ട CPM ഇതൊക്കെ ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കാമല്ലേ നാളെ? തീർച്ചയായും. കാരണം പിണറായി വിജയൻ ഔദ്യോഗിക വാഹനമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടുമ്പോൾ തന്നെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് വിമാനത്താവളത്തേക്കായിരുന്നു. അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് AK സെന്ററിൽ നിന്ന് വാഹനം വിടുന്നു. നേരെ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ പോകുന്നു. അതിനുശേഷം AK സെന്ററിലെത്തി. ഇപ്പോൾ ഇന്ന് തന്നെ ക്ലിഫ് ഹൗസിൽ ഇന്നോ നാളെയോ ക്ലിഫ് ഹൗസ് ഔദ്യോഗികം അദ്ദേഹം ഒഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ചിന്താ ഫ്ലാറ്റിലേക്കാണ് അദ്ദേഹം മാറുന്നത്. മുഖ്യമന്ത്രി പദം ഔദ്യോഗികമായി രാജിവെച്ച് രാജിക്കത്ത് കൈമാറിയെങ്കിലും ഇന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് വൈകിട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓഫീസ് ഒഴിയണം. അതോടൊപ്പം തന്നെ ലോക്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കാണാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇനി കടക്കുക എന്നത് ആരാകും പ്രതിപക്ഷ നേതാവാകുക എന്ന ചർച്ചകളിലേക്കാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവാകില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിന് സാധ്യതയുണ്ട്. പക്ഷേ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. പ്രാഥമിക ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന ചർച്ചകൾക്ക് തന്നെയാകും ആദ്യം മുൻഗണന നൽകുക. അതിനുശേഷമായിരിക്കും ജയപരാജയത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുക. CPI-യും മറുഭാഗത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്ക് നിന്ന് വരുന്നുണ്ട്. ഇന്ന് മുഖപത്രമായ ജനയുഗത്തിലൊക്കെ അതിരൂക്ഷമായാണ് ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചെങ്കിൽ സ്വാഭാവികമായി ഈ രണ്ട് പാർട്ടികളും നാളെ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടന്നില്ല. പ്രാഥമികമായ വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടാകും. അതിനുശേഷം ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ KN ബാലഗോപാലിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. ശരി, വിവരങ്ങളാണ് അൺഫിൽറ്റർ ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കാനായി കേന്ദ്ര നിരീക്ഷകരെ കോൺഗ്രസ് നേതൃത്വം ഉടൻ പ്രഖ്യാപിക്കും. നിരീക്ഷകരെ ചുമതലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ MP തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ TVKയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഇന്നിപ്പോൾ 3 മണിക്കാണ് ഖർഗെയുടെ വസതിയിൽ യോഗം ചേരുക എന്നുള്ളതാണ്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങൾ. അശ്വതി, കോൺഗ്രസിൽ കേരളത്തിൽ വൻ വിജയം നേടിയെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യം തുടരുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഈ കേന്ദ്ര നിരീക്ഷകരെ ചുമതലപ്പെടുത്തുന്നതിനും ഒപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരാനിരിക്കുന്നത്. ഈ യോഗത്തിൽ KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കൂടാതെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. കേരളത്തിൽ നിലവിൽ വൻ വിജയം നേടിയെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. VD സതീശനും ഉൾപ്പെടെയുള്ളവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തും എന്നത് സംബന്ധിച്ചുള്ള നിർണായക
ചർച്ചകൾക്കാണ് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നത്. കോൺഗ്രസിന്റെ ശൈലി അനുസരിച്ച് ഇനി കേന്ദ്ര നിരീക്ഷകരെ പ്രഖ്യാപിക്കും. ആ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ അംഗങ്ങൾ യോഗം ചേർന്നുകൊണ്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. ഇതാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ അത്തരത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനപ്പുറത്തേക്ക് അന്തിമ തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നൊരു ശൈലിയിലേക്ക് ഈ ചർച്ചകളെല്ലാം തന്നെ കൊണ്ടുചെന്ന് എത്തുമോ എന്നുള്ളതും കാണേണ്ടതാണ്. ഏതായാലും കെ.സി. വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ എത്തുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുക. ആ യോഗത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള നിരീക്ഷകരെ തീരുമാനിക്കും. തമിഴ്നാട്ടിൽ വിജയുടെ ടി.വി.കെക്ക് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചയുണ്ടാകും. അശ്വതി, ശരി, അതുതന്നെയാണ് ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ആരാകും കോൺഗ്രസിൽ നിന്നുമുള്ള മുഖ്യമന്ത്രി എന്നതാണ്. ചർച്ചകൾ സജീവമാണ്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. സ്വാതന്ത്ര്യം ലഭിച്ച അന്നു മുതൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് വേണ്ട വിധത്തിൽ പരിഹരിച്ചിട്ടുണ്ടെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. കോൺഗ്രസിൽ നിലവിൽ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 3 പേരും പ്രിയപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF-നാണെങ്കിൽ 102 ചരിത്ര വിജയമാണ്. ഇതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ ഞാൻ ഇനി അവ കുത്തിപ്പരിക്ക് ആഗ്രഹിക്കുന്ന. കാരണം ഞാൻ ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ നടപടികൾ തിരുത്തുന്നതല്ലാതെ തുടർഭരണത്തിന് ശേഷം ഉണ്ടായ അഹന്തയുടെയും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു തോന്നലും അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. മുഖ്യമന്ത്രി തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ. സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നുവെന്നും പാർട്ടിക്ക് അതിന്റെ ചിട്ടവട്ടങ്ങളുണ്ടെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയും. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. UDF-ന്റേത് ടീം വർക്കിന്റെ വിജയമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും തങ്ങൾ പറഞ്ഞു. ലീഗ് അടക്കമുള്ള ഘടകങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാകും ഭാവി തീരുമാനമെന്നും തങ്ങൾ വ്യക്തമാക്കി. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഘടകകക്ഷി ചർച്ചകൾ വൈകില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതറിയില്ല, അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PM സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാതി പറഞ്ഞ് വിഭജിക്കുന്നവർക്കൊപ്പം ജനമില്ലെന്ന് നാട് തെളിയിച്ചുവെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വർഗീയത ഇളക്കിവിടാൻ CPM ശ്രമിച്ചു. ഒരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം LDF ചെയ്തുവെന്നും KC കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനും KCയുടെ വിമർശനം. ഇന്നലെ വരെ LDF-ന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നും അത്തരം ആളുകൾക്കെല്ലാമുള്ള മറുപടിയാണ് ജനം നൽകിയതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ്. BJP-ക്ക് സീറ്റ് ലഭിക്കില്ലെന്ന് UDF-ഉം LDF-ഉം വാദിച്ചിടത്ത് NDA-ക്ക് 3 സീറ്റ് ലഭിച്ചെന്ന് കഴക്കൂട്ടത്തെ നിയുക്ത MLA V. മുരളീധരൻ. കഴക്കൂട്ടത്ത് നടന്നത് ശക്തമായ പോരാട്ടമാണെന്നും ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP-ക്ക് ഒരു സ്ഥലത്ത് പോലും ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരേ അഭിപ്രായക്കാരായിരുന്നു.
പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായി. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒ രാജഗോപാൽജി ജയിച്ചപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതിയത് അദ്ദേഹത്തോടുള്ള സഹതാപം കാരണം ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. ഇത്രയും വർഷമായിട്ട് ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ വർഷങ്ങളായിട്ട് മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ ഒരു തവണ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഇത്തവണത്തെ വിജയം 3 സീറ്റുകളിലുള്ള വിജയമാണ്. തിരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യണമെന്ന് TN പ്രതാപൻ ഹൈക്കോടതിയിലെ സീനിയർ നിയമ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം കേസ് കൊടുക്കും. RSSും പോപ്പുലർ ഫ്രണ്ടും SDPയും പരസ്യമായി LDFന് വോട്ട് ചെയ്തുവെന്നും TN പ്രതാപൻ ആരോപിച്ചു. 186 വയസ്സായ എൻ്റെ അമ്മയോട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്ത് എൻ്റെ ഡിക്ലറേഷൻ ഒരു ഉദ്യോഗസ്ഥനെ അറ്റസ്റ്റ് ചെയ്യും. ഈ 4 ഉദ്യോഗസ്ഥർ, ഞങ്ങളെ 4 ഉദ്യോഗസ്ഥന്മാരെ പേരെഴുതി കൊടുത്തിട്ടുണ്ട്, ബൂത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ 4 ഉദ്യോഗസ്ഥന്മാർ ഈ 184 വോട്ട് ആ 4 ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്ത ബൂത്തിൽ ഒരു വോട്ട് മറ്റേ സ്ഥിതി. കാരണം പോസ്റ്റൽ ബാലറ്റ് എനിക്കായിരുന്നു ഭൂരിപക്ഷം. LDFിൻ്റെ വോട്ടുകൾ. റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം റോഷി അഗസ്റ്റിനാണ്. മുന്നണി മാറ്റത്തിന് അവസരം ലഭിച്ചപ്പോൾ ഉപയോഗിച്ചില്ല. UDFുമായി ചർച്ചയ്ക്കുള്ള അവസരം ജോസ് കെ മാണി സൃഷ്ടിച്ചതാണ്. ഇത് പ്രമോദ് നാരായണൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും ആരോപണം. ഒരുപക്ഷെ 64 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ സമ്പൂജിതരായ ഒരു കാലഘട്ടം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പാർട്ടി അണികളിൽ വളരെ ആത്മവേദനയും രോഷവും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു കാരണക്കാരനായി മാറിയത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിയായി 5 വർഷക്കാലം പ്രവർത്തിച്ച ശ്രീ റോഷി അഗസ്റ്റിൻ മാത്രമാണ്. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി മോൻസ് ജോസഫിനെ തിരഞ്ഞെടുത്തതായി അബു ജോൺ ജോസഫ്. ഇന്നലെ പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ ചേർന്ന MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി ആരെന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. മന്ത്രിമാർ ആരൊക്കെയെന്ന് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിലവിൽ 2 മന്ത്രി സ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും ആവശ്യപ്പെടാനാണ് ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വിജയിച്ച 7 MLA-മാരും പാർട്ടി ചെയർമാനെ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയതായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് മോൻസ് ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തെരഞ്ഞെടുത്തു. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പൊ UDF ഈ ദിവസങ്ങളിൽ കൂടുമായിരിക്കും. അതിനുശേഷം മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാകാമെന്ന് പറഞ്ഞു. കൊല്ലത്ത് ഇടതുകോട്ടയിൽ താമര വിരിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. LDFിന്റെ കുത്തക അവസാനിപ്പിച്ച് ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയിച്ചപ്പോൾ 3-ാമിടത്തിലെ വിജയം ഇരട്ടി മധുരമായി. UDFിന്റെ തേരോട്ടത്തിൽ കണ്ടതും ഇടതുകോട്ടകൾ തകരുന്നതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം UDFന് ജില്ലയിൽ തുടരാനായപ്പോൾ 8ഇടത്ത് UDF വിജയിച്ചു. 2 മന്ത്രിമാർ പരാജയപ്പെട്ട കൊല്ലത്ത് KN ബാലഗോപാൽ വിജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിലാണ്. കൊല്ലം കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കിയതോടെ DCC പ്രസിഡന്റിന്റെ ആത്മവിശ്വാസ പ്രഖ്യാപനം വാക്കുകൾക്കതീതമായി യാഥാർത്ഥ്യമായി. സംഘടനാപരമായ കൃത്യതയും തന്ത്രപരമായ നീക്കങ്ങളുമായി കോൺഗ്രസും UDFും ജില്ലയിൽ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ വിജയം കരസ്ഥമാക്കിയത് ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ തെളിവായി മാറി. കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലനിർത്തിയപ്പോൾ ഇരവിപുരം, ചടയമംഗലം, കൊല്ലം, പത്തനാപുരം, കുന്നത്തൂർ, ചവറ എന്നിവ പിടിച്ചടക്കി UDF ശക്തമായ തിരിച്ചുവരവ് അറിയിച്ചു. UDFിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, UDF പ്രവർത്തകരുടെ സ്റ്റാൻഡുണ്ട്. അതിനപ്പുറം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ലല്ലോ ജനങ്ങൾ, അത് വളരെ ചെറിയൊരു അംശമാണ് രാഷ്ട്രീയ പ്രവർത്തകർ. ബാക്കിയുള്ളതൊക്കെ ഒരു പബ്ലിക്കാണ്. ആ പബ്ലിക്കിൻ്റെ മനസ്സാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. 2 മന്ത്രിമാരും 3 MLA-മാരും ഉൾപ്പെടെ 9ഓളം LDF സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പരാജയപ്പെട്ടത്. മന്ത്രിമാരായ ഗണേഷ് കുമാറും ചിഞ്ചുറാണിയും പരാജയപ്പെട്ടപ്പോൾ MLA-മാരായ M നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ, സുജിത് വിജയൻപിള്ള എന്നിവരും UDF തരംഗത്തിൽ തോൽവി അറിഞ്ഞു. ആശ്വാസമായത് പുനലൂരും കൊട്ടാരക്കരയും മാത്രം. ഈ നിലയിലൊരു പിന്നോട്ടടി ജില്ലയിലുണ്ടാകും എന്ന് LDFും പാർട്ടിയും ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല. അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള LDFിൻ്റെ സ്വാധീനം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തിയായി നടത്തി വളരെ ശക്തിയായ നിലയിൽ തന്നെ വളരെ വേഗം മുന്നോട്ട് വരും. ചാത്തന്നൂർ പിടിച്ചതിലൂടെ BJP ജില്ലയിൽ അക്കൗണ്ട് തുറന്നു. മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് BB ഗോപകുമാറിലൂടെ ചാത്തന്നൂരിൽ കണ്ടത്. തുടർച്ചയായി CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന സ്ഥലത്താണ് BJP അക്കൗണ്ട് തുറന്നത്. കഴിഞ്ഞ 2 തവണയും മത്സരിച്ച BJPയിലെ ഗോപകുമാർ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇക്കുറി 4000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്.
ജനം ആഗ്രഹിച്ചൊരു മാറ്റമാണ് ചാത്തന്നൂരുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ വിനീതദാസനായി ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രധാന സേവകൻ, ഞാൻ അവരുടെ പ്രധാന സേവകനായി ചാത്തന്നൂരിലൊന്നും എന്നും എപ്പോഴും ഉണ്ടാവും. കൊല്ലത്തെ UDF മുന്നേറ്റത്തിന്റെ ജട്ടലിലാണ് LDF ക്യാമ്പ്. കൊല്ലത്തെ തോൽവിയിലൂടെ നഷ്ടപ്പെട്ട വോട്ടുകളുടെയും ചോർച്ചകളുടെയും വിലയിരുത്തലുകൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ ഡൽഹിയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമാണ് ഫ്ലെക്സുകൾ ഉയർന്നത്. അതേസമയം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആർക്കും താൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം നടക്കാനിരിക്കെയാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ ഉയർന്നത്. സംസ്ഥാനത്ത് കൊല്ലത്തും കോട്ടയത്തും കണ്ണൂരിലുമാണ് ഫ്ലെക്സുകൾ ഉയർന്നത്. കൊല്ലം DCC ഓഫീസിന് മുൻവശത്തും കളക്ടറേറ്റ് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡ്. നയിച്ചവൻ ജനനായകൻ എന്ന പേരിലാണ് ഫ്ലെക്സ്. കണ്ണൂരിലും KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ഉയർന്നു. റിയൽ ലീഡർ എന്ന വിശേഷണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ്. കോട്ടയത്തുയർന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗവും ഉണ്ടായി. കോട്ടയം ഗാന്ധി സ്ക്വയറിലെ ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നലെ രാത്രിയിൽ വെച്ച ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യം എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. ബോർഡിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിന്റെ മുഖത്താണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCയെ ഉയർത്തിക്കാട്ടി ഡൽഹിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡൽഹി കേരള ഹൗസിന് മുമ്പിലാണ് KCയെ നായകനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തനിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ബംഗാളിൽ പുതിയ BJP സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന റിപ്പോർട്ട്. മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാകും പുതിയ മുഖ്യമന്ത്രി. അതേസമയം ബംഗാളിലും അസമിലും BJPക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. 206 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി ഭരണം പിടിച്ച BJP ഇതിനോടകം സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. മുൻപ് നന്ദിഗ്രാമിലും ഇത്തവണ ഭവാനിപൂരിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ബംഗാളിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കുമെന്നും പ്രകടന പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും BJP പാലിക്കുമെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. श्यामा प्रसाद जी का धरती में वो काम हम लोग करेगा और हमारी जो मैनिफेस्टो में ऑनरेबल होम मिनिस्टर अमित शाह जी ने डिक्लेयर किया था और बार बार प्रधानमंत्री मोदी जी ने गारंटी दिया है, वो काम हम लोग करेगा. 7 दिन के अंदर पूरा करेगा, 6 महीने के अंदर पूरा करेगा. ഭവാനിപൂർ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മമതാ ബാനർജി. തിരഞ്ഞെടുപ്പ് നടപടികളിൽ ക്രമക്കേട് നടന്നെന്നും BJPയും കമ്മീഷനും ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് കൊള്ളയടിച്ചെന്നുമാണ് മമതയുടെ ആരോപണം. കേരളത്തിൽ വിജയം നേടിയെങ്കിലും ബംഗാളിലും അസമിലും വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. അസമിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാകാതെ 19 സീറ്റിലേക്ക് ഒതുങ്ങിയതോടെയാണ് രാഹുലിന്റെ ആരോപണം. അസമിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് BJP 3ാം തവണയും അധികാരമുറപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിലെ ഗംഭീര വിജയത്തിനു പിന്നാലെ മന്ത്രിസഭ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് TVK. 2 ദിവസത്തിനകം MLA-മാരുടെ യോഗം ചേരും. വിജയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാനാണ് തീരുമാനം. TVK DMK സഖ്യകക്ഷികളുടെ പിന്തുണയും തേടും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കന്നി അംഗത്തിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം ചരിത്ര വിജയം നേടിയത്. 234 മണ്ഡലങ്ങളിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 107 സീറ്റുകൾ സ്വന്തമാക്കി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. TVK കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ തേടുന്നതായാണ് വിവരം. TVKയെ പിന്തുണയ്ക്കുന്നത് ആലോചിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിൽ ഇന്ന് നേതാക്കൾ കൂടിയാലോചന നടത്തും. TVKയുടെ അതിശയകരമായ പ്രകടനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും വിജയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. TVKയ്ക്ക് 107 സീറ്റുകളും കോൺഗ്രസിന് 5 സീറ്റുകളും ഉള്ളതിനാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റ് പ്രാദേശിക കക്ഷികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പിന്തുണ ആവശ്യമാണ്. അതേസമയം
തമിഴ്നാട്ടിൽ എല്ലാ വഴികളും തേടുമെന്നാണ് BJPയുടെ നിലപാട്. വിജയുമായി BJP ചർച്ച നടത്തിയേക്കുമെന്നും അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് കത്തെഴുതി സർക്കാർ രൂപീകരിക്കാൻ അനുമതി തേടിക്കഴിഞ്ഞു. ഗവർണർ 2 ദിവസത്തിനകം ചെന്നൈയിൽ എത്തിയേക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നാണ് വിജയ് അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സിനിമാ സീരിയൽ താരം സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. അടൂർ ഏനാത്ത് MC റോഡിൽ രാവിലെ 6:30യോടെയായിരുന്നു അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് സന്തോഷ് യാത്ര ചെയ്ത കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഉടനെ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇറാന്റെ ആക്രമണം. UAEക്ക് നേരെ മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധിച്ചെന്ന് UAE അറിയിച്ചു. 4 ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഫുജറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഓയിൽ ഇൻഡസ്ട്രി സോണിലും തീപിടുത്തമുണ്ടായി. ഒമാനിൽ ബുഖയിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 2 വിദേശികൾക്ക് പരിക്കേറ്റു. 4 കാറുകൾ തകർന്നു. ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ UAEയിലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതിനിടെ ഹോർമസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന 7 ഇറാനിയൻ ബോട്ടുകൾ അമേരിക്ക ആക്രമിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.